മനുഷ്യരെ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പോലും ഒരുതരം അധിക്ഷേപമായിട്ടാണ് സാധാരണ നമ്മൾ കണക്കാക്കുന്നത്. മനുഷ്യരെയും മൃഗങ്ങളെയും തികച്ചും വ്യത്യസ്ത വർഗ്ഗങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. മനുഷ്യൻ ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിയാണെന്നും മൃഗങ്ങൾ മനുഷ്യനേക്കാളും വളരെയധികം താഴ്ന്ന വർഗ്ഗത്തിൽപ്പെടുന്ന ജീവികളാണെന്നും നമ്മൾ മനുഷ്യരെല്ലാവരും ഒരേപോലെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ശരിക്കും എന്ത് തരം ജീവിയാണ് മനുഷ്യൻ? ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെയുള്ള ഒരു സാധാരണ ജീവിയാണോ, അതോ മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ വേറൊരു ജീവിയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളും ഉണ്ടോ? കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ടാക്സോണമിയുടെ ഏറ്റവും ഉയർന്ന ലെവലായ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വിശദമായിട്ട് സംസാരിച്ചു. മനുഷ്യശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്നും മനുഷ്യന്റെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിനുള്ളിൽ ലീനിയറായിട്ട് കോണിപ്പടികളുടെ രൂപത്തിൽ DNA ഉണ്ടെന്നും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ യുക്കാരിയോട്ടിക് ജീവികളാണെന്നും യുക്കാരിയ ഡൊമൈനിലാണ് ഉൾപ്പെടുന്നതെന്നും നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ടാക്സോണമിയിലെ ഡൊമൈൻ ക്ലാസിഫിക്കേഷന് കീഴിലുള്ള കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ടാക്സോണമിയിൽ മനുഷ്യൻ ഉൾപ്പെടുന്ന യുക്കാരിയ ഡൊമൈനിനെ 4 കിങ്ഡമായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. യുക്കാരിയ ഡൊമൈനിനെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 4 വ്യത്യസ്ത തരം കിങ്ഡമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ജീവസാമ്രാജ്യങ്ങൾ അഥവാ കിങ്ഡംസ്? 1 പ്രോട്ടിസ്റ്റ, 2 ഫംഗൈ, 3 പ്ലാന്റ്, 4 അനിമേലിയ. ഇനി നമ്മൾക്ക് ഓരോ കിങ്ഡത്തിലുമുള്ള ജീവികളുടെ പ്രത്യേകതകൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യുക്കാരിയ ഡൊമൈനിലെ ആദ്യത്തെ കിങ്ഡമായ പ്രോട്ടിസ്റ്റയിൽ സസ്യങ്ങളോ മൃഗങ്ങളോ ഫംഗസുകളോ അല്ലാത്ത ലളിതമായ യുക്കാരിയോട്ടിക് ജീവികളാണ് ഉൾപ്പെടുന്നത്. പ്രോട്ടിസ്റ്റുകൾ സാധാരണയായിട്ട് ഏകകോശ ജീവികളാണ്, പക്ഷേ കോശങ്ങളുടെ ഒരു കോളനിയായിട്ടും ഇവയെ സാധാരണയായിട്ട് കാണാറുണ്ട്. ഏകകോശ ജീവികളായാൽ മാത്രം പോരാ, കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കണം, അതായത് യുക്കാരിയോട്ടിക് ആയിരിക്കണം. മാത്രമല്ല ഇനി പറയാൻ പോകുന്ന മറ്റ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാനും പാടില്ല. അത്തരം ജീവികളെ നമുക്ക് പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ ഉൾപ്പെടുത്താം. പ്രോട്ടിസ്റ്റ കിങ്ഡത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. 1, പ്രോട്ടിസ്റ്റ കിങ്ഡത്തിലുള്ള ജീവികൾ ഏകകോശ ജീവികൾ ആയിരിക്കും. 2, സസ്യങ്ങളോ മൃഗങ്ങളോ ഫംഗസുകളോ അല്ലാത്ത ലളിതമായ കോശഘടനയുള്ള ജീവികളായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് യുക്കാരിയ ഡൊമൈനിലെ 2ാമത്തെ കിങ്ഡമായ ഫംഗൈ എന്താണെന്ന് നോക്കാം. ഫംഗസ് എന്താണെന്ന് നമുക്കറിയാം. കേടായ ബ്രെഡ് പോലെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രെഡ് പൂപ്പലൊക്കെ പിടിച്ച് കേടായി പോകാറുണ്ടല്ലേ. ആ പൂപ്പലുകൾക്ക് ജീവനുണ്ട്. ആ പൂപ്പലുകൾ ഫംഗൈ കിങ്ഡത്തിൽപ്പെട്ട ജീവികളാണ്. അതുപോലെ കൂണുകളും ഈ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. ചുരുക്കി പറഞ്ഞാൽ കൂണുകളും പൂപ്പലുകളും ഒക്കെയാണ് ഫംഗസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കൂണുകളൊക്കെ കാണുമ്പോൾ സസ്യങ്ങളെ പോലെ ഇരിക്കുമെങ്കിലും ഫംഗസുകൾക്ക് സസ്യങ്ങളെ പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല. വെജിറ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ചില ആളുകൾ കൂണ് കഴിക്കാറും ഇല്ല. ഫംഗസുകളുടെ കോശങ്ങൾക്ക് ചുറ്റും കൈറ്റിൻ കൊണ്ടുള്ള കട്ടിയുള്ള ഒരു കോശഭിത്തിയുണ്ട്. ഫംഗസുകൾ ജൈവ പദാർത്ഥങ്ങളെ, ജൈവ അവശിഷ്ടങ്ങളെ ശരീരത്തിന് പുറത്ത് വെച്ച് ജീർണിപ്പിച്ച് ദഹിപ്പിക്കുകയും അതിൽ നിന്ന് ഊർജം ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന ജീവികളാണ്. ശരീരത്തിന് പുറത്ത് വെച്ചാണ് അവയുടെ ദഹന പ്രക്രിയ നടക്കുന്നത്. 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫംഗൈ കിങ്ഡത്തിൽ ഉള്ള ജീവികൾക്ക് 1, സസ്യങ്ങളെപ്പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല. 2, കോശങ്ങൾക്ക് ചുറ്റും കൈറ്റിൻ കൊണ്ടുള്ള കോശഭിത്തിയുണ്ട്. 3, ജൈവ പദാർത്ഥങ്ങളെ, ജൈവ അവശിഷ്ടങ്ങളെ ശരീരത്തിന് പുറത്ത് വെച്ച് ജീർണിപ്പിച്ച് ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജം ആഗിരണം ചെയ്യാൻ കഴിയുന്ന ജീവികളാണ് ഫംഗസ്. ഈ 3 പ്രത്യേകതകൾ ഉള്ള ജീവികളെ ഫംഗൈ എന്ന കിങ്ഡത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിലേക്ക് പോകാം. യുക്കാരിയ ഡൊമൈനിലെ 3ാമത്തെ കിങ്ഡമായ പ്ലാന്റ് കിങ്ഡത്തിൽ ചെടികളും മരങ്ങളും സസ്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുന്നത്. നമ്മൾക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവസാമ്രാജ്യമാണ് പ്ലാന്റ്. പ്ലാന്റ് സാമ്രാജ്യത്തിലെ ജീവികൾക്ക് സൂര്യപ്രകാശത്തെ ആഹാരമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഇവയുടെ കോശങ്ങൾക്ക് ചുറ്റും സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള കോശഭിത്തിയുണ്ട്. ഫംഗൈ കിങ്ഡത്തിലെ ജീവികൾക്കും കോശഭിത്തി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അത് കൈറ്റിൻ കൊണ്ട് ഉള്ളതാണ്. ഇവിടെ പ്ലാന്റ് കിങ്ഡത്തിലെ ജീവികളുടെ കോശഭിത്തി സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയേറിയ കോശഭിത്തി ഉള്ളതുകൊണ്ട് സസ്യങ്ങളുടെയും മരങ്ങളുടെയും ശരീരം വളയ്ക്കാനോ തിരിക്കാനോ കഴിയാത്ത തരത്തിൽ കട്ടിയുള്ളതാണ്, അതായത് വഴക്കം കുറവുള്ളവയാണ്. 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. പ്ലാന്റ് കിങ്ഡത്തിൽ ഉള്ള ജീവികൾ 1, സൂര്യപ്രകാശത്തെ നേരിട്ട് ആഹാരമാക്കി മാറ്റാൻ കഴിയുന്ന ജീവികളാണ്. 2, കോശങ്ങൾക്ക് ചുറ്റും സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള കോശഭിത്തിയുള്ള ജീവികളാണ്. ഇനി നമുക്ക് യുക്കാരിയ ഡൊമൈനിലെ 4ാമത്തെയും അവസാനത്തെയും കിങ്ഡമായ അനിമേലിയ എന്താണെന്ന് നോക്കാം. സസ്യങ്ങളെപ്പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്ത
ഊർജത്തിനു വേണ്ടി സസ്യങ്ങളെയോ മൃഗങ്ങളെയോ അവയിൽ നിന്നുള്ള ജൈവ പദാർത്ഥങ്ങളെയോ ഭക്ഷിക്കുകയും കഴിച്ച ഭക്ഷണത്തെ ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്ന ജീവികളാണ് അനിമേലിയ കിങ്ഡത്തിൽ ഉള്ളത്. ഇവ ബഹുകോശ ജീവികളാണ്. സസ്യങ്ങൾക്കുള്ളതുപോലെ കോശങ്ങൾക്ക് ചുറ്റും കോശഭിത്തി ഇല്ലാത്ത ജീവികളാണ്. സസ്യങ്ങൾക്കുള്ളതുപോലെ ഓരോ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള ആവരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്കവാറും ജീവികൾക്ക് മൃദുവായിട്ടുള്ള ശരീരമായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജുകളിൽ അല്പമെങ്കിലും ചലിക്കാൻ കഴിയുന്ന ജീവികളാണ് അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത്. 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ: 1. സസ്യങ്ങളെപ്പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. 2. ഊർജത്തിന് വേണ്ടി സസ്യങ്ങളെയോ മറ്റു മൃഗങ്ങളെയോ ഭക്ഷിക്കുകയും ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്ന ജീവികളാണ്. 3. ബഹുകോശ ജീവികളാണ്. 4. കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള ആവരണമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചലിക്കാൻ കഴിയുന്ന ജീവികളാണ്. അപ്പോൾ നമ്മൾ യൂക്കാരിയ ഡൊമൈനിനെ 4 കിങ്ഡമായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ എന്നീ കിങ്ഡത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണ് ഉൾപ്പെടുന്നത് എന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് മനുഷ്യൻ ഈ പറഞ്ഞ 4 ജീവസാമ്രാജ്യങ്ങളിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. മനുഷ്യൻ ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത് എന്നറിയാനായിട്ട് നമ്മൾക്ക് നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യൻ ഏകകോശ ജീവിയാണോ? അല്ല, മനുഷ്യൻ ബഹുകോശ ജീവിയാണ്. അപ്പോൾ മനുഷ്യൻ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ പെടുന്ന ജീവിയല്ല. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യന് ഫംഗസിനെ പോലെ ശരീരത്തിന് പുറത്തു വെച്ച് ആഹാരത്തെ ജീർണിപ്പിച്ച് അവയിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല, മനുഷ്യന് ശരീരത്തിന് പുറത്ത് വെച്ച് ഭക്ഷണം ജീർണിപ്പിച്ചോ ദഹിപ്പിച്ചോ വിശപ്പടക്കാൻ കഴിയില്ല. നമുക്ക് വിശപ്പ് മാറണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് പോകണം, അല്ലേ? അപ്പോൾ മനുഷ്യൻ ഫംഗെ കിങ്ഡത്തിൽപ്പെടുന്ന ജീവിയുമല്ല. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യന് സസ്യങ്ങളെപ്പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല, മനുഷ്യന് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിച്ച് വിശപ്പടക്കാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യൻ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവിയുമല്ല. നാലാമത്തെ ചോദ്യം: മനുഷ്യൻ മറ്റു ജീവികളെ ഭക്ഷിക്കുകയും കഴിച്ച ഭക്ഷണം ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. മനുഷ്യൻ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു ജീവികളെ ഭക്ഷിക്കുകയും അവയെ ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിച്ച് അതിലൂടെ ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകകോശ ജീവികളല്ല. കോശങ്ങൾക്ക് ചുറ്റും സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള കോശഭിത്തിയില്ല. അതുകൊണ്ട് തന്നെ നല്ല വഴക്കമുള്ള ശരീരം നമുക്കുണ്ട്. നമ്മൾക്ക് സഞ്ചരിക്കാനും കഴിയും. നമ്മൾ ഭക്ഷണം കഴിക്കുകയും ശരീരത്തിനുള്ളിൽ വെച്ച് ഭക്ഷണത്തെ ദഹിപ്പിച്ച് അവയിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ആനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രധാന സവിശേഷതകളാണ്. അതെ, നമ്മൾ മനുഷ്യർ ആനിമേലിയ കിങ്ഡത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. അനിമേലിയ കിങ്ഡത്തിൽപ്പെടുന്ന ജീവികളെയാണ് ഇംഗ്ലീഷിൽ ആനിമൽ എന്ന് വിളിക്കുന്നത്, മലയാളത്തിൽ മൃഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അതെ, മനുഷ്യൻ മൃഗങ്ങളുടെ വർഗ്ഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വേറിട്ടവനാണെന്നുള്ള നമ്മുടെ തോന്നൽ അത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ളൊരു ബോധമാണ്. എന്നാൽ ജീവശാസ്ത്രപരമായി ബയോളജിക്കലി നമ്മൾ പ്രകൃതിയിലെ ദശലക്ഷക്കണക്കിന് ജീവികളിൽ ഒന്ന് മാത്രമാണ്. ഇനി നമ്മൾക്ക് മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അനിമേലിയ കിങ്ഡത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള സാമ്യങ്ങൾ. അനിമേലിയ കിങ്ഡത്തിലുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കോശങ്ങളുണ്ട്. അനിമേലിയ കിങ്ഡത്തിലുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിലെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാ ജീവികളുടെയും ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ട്. എല്ലാ ജീവികളുടെയും DNA ലീനിയർ ആയിട്ടാണ് ഉള്ളത്, നീളത്തിലായിട്ടാണ് ഉള്ളത്. ജീവികളുടെ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള സെല്ലുലോസോ കൈറ്റിനോ കൊണ്ടുള്ള കോശഭിത്തി ഇല്ല. എല്ലാ ജീവികൾക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അല്പമെങ്കിലും ചലിക്കാൻ കഴിയും. എല്ലാ ജീവികളും മറ്റു ജീവികളെയും ജീവികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജൈവ പദാർത്ഥങ്ങളെയും ഭക്ഷിച്ച് ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നു. എല്ലാ ജീവികളും അടുത്ത തലമുറയെ ജനിപ്പിക്കുന്നു. എല്ലാ ജീവികളും ബഹുകോശ ജീവികളാണ്. മനുഷ്യനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെയുള്ള ഒരു സാധാരണ ജീവിയാണോ മനുഷ്യൻ? അതോ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു ജീവിയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളും ഉണ്ടോ? ഇതിനെപ്പറ്റി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.